മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഒരു ക്ഷേത്രത്തില്, ഒരു തുരുത്തിലുള്ള ക്ഷേത്രത്തില് പ്രഭാഷണത്തിന് പോയി. ജീവിതത്തില് ഇന്ന് വരെ അനുഭവിക്കാത്ത കുറെ വേദനിക്കുന്ന അനുഭവങ്ങളായിരുന്നു അവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ. ഞങ്ങളെ അവിടേക്ക് പതിനായിരക്കണക്കിന് ആൾക്കാര് മെയിൻലാൻഡിൽ നിന്ന് ജങ്കാറ് വഴിക്ക് ഈ തുരുത്തിലേക്ക് കയറുന്നുണ്ട്. ഈ തുരുത്തിലെ ഈ അമ്പലം പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുക്കുവരുടെ അമ്പലമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികൾ ആ അമ്പലത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രഭാഷണവും വെച്ചിട്ടുണ്ട്. ഈ അവിടേക്ക് എത്തുമ്പോൾ നമ്മളെ വിളിച്ചിരുന്നു, സാർ ഏത് വഴിക്കാണ് വരുന്നത്, ഇവിടെ ബോട്ടിൽ കടന്നു വേണം അപ്പുറത്ത് പോകാൻ. ഞാൻ ചോദിച്ചു, ഉത്സവപ്പറമ്പിൽ സാധാരണഗതിയിൽ പ്രഭാഷണത്തിന് പോകാറില്ല, അറിയാതെ എടുത്തതാണ്. നിങ്ങളവിടെ ഉത്സവമാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. ആൾക്കാർ ശ്രദ്ധയോടുകൂടി കേൾക്കാനുണ്ടാവുമോ? അപ്പം ഈ ഫോണെടുത്ത വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സാർ എന്താ സാറേ ഈ സമയത്ത് ഇതൊക്കെ ചോദിക്കുന്നേ? 7 മണിക്ക് പ്രഭാഷണം വെച്ച് സാറ് ആൾക്കാരുണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോഴാണ് ചോദിക്കുന്നേ? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഈ അമ്പലത്തിൽ സാറിന് ഇതൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എന്തർത്ഥത്തിലാണ് സാറേ എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ ആ അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടുമില്ല, അവിടുത്തെ ഉത്സവത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ആരോട് ചോദിച്ചിട്ടും അവർക്കും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും ഞങ്ങൾ അവിടെ എത്തി. വളരെ ഇടിഞ്ഞു ഇതാക്കിയിരിക്കുന്ന തിരക്ക്. ജങ്കാറി കയറി അപ്പുറത്തെത്തി. സംഘാടകരാരുമില്ല. അപ്പുറത്ത് കുറച്ച് പോലീസുകാർ ഞങ്ങളെ ഒരു വണ്ടിയിൽ ഈ പ്രഭാഷണ വേദി കൊണ്ടുപോയി. ആ സ്റ്റേജിൻ്റെ അടുത്ത് സംഘാടകരാരുമില്ല. കുറേ നൂറുകണക്കിന് ആൾക്കാരെ സ്റ്റേജിൻ്റെ മുമ്പിലുള്ള ആ ഓഡിറ്റോറിയത്തിൽ കിടന്ന് ഉറങ്ങുകയും കിടക്കുകയും വാചകമടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ നേരം നിന്നു. ആരും അന്വേഷിക്കാനോ ചോദിക്കാനോ ഒന്നിനും ആൾക്കാരില്ല. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ വന്ന് പറഞ്ഞു, ഞാൻ മൈക്ക് വെച്ചോട്ടെ സാറേ, സാറ് പ്രസംഗിച്ചോളൂ എന്ന് ചോദിച്ചു. മനസ്സിൽ തോന്നി, ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയിട്ടില്ല, ഇനിയോട്ട് പോകാനുള്ള ഗതികേടും ഉണ്ടാവരുതേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, സാറേ വേറെ ഒന്നും പറയണ്ട, ഇതൊരു തുരുത്താണ്, 10,000-കണക്കിന് വ്യക്തികൾ ഇതിനകത്തുണ്ട്, നമ്മൾ എന്തെങ്കിലും വാക്കിൽ അപസ്വരമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. എങ്ങനെയും പറഞ്ഞു. ഏതായാലും വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മൈക്കൊക്കെ ഓൺ ചെയ്തു. എന്നിട്ട് ആ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി തന്നെ ഹലോ ഹലോ പറഞ്ഞു. ഇനി ഡോക്ടർ ഗോപാലേഷിന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞു. ആ പ്രദേശത്തുള്ളവർക്ക് ഇതിൽ യാതൊരു താല്പര്യമുള്ളതായിട്ടോ കമ്മിറ്റി അംഗങ്ങളോ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരും ഇൻവോൾവ് ചെയ്തതായിട്ടോ ഒന്നും അറിഞ്ഞില്ല. അവർക്കൊരു താല്പര്യമില്ലാത്ത മാതിരി. ഫോൺ വിളിച്ച് കൂടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർ ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഏത് പാർട്ടിയാണെന്നൊന്നും ചോദിക്കാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞു, പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒന്നും ഒരു താല്പര്യവും ഇല്ല സാറേ, ഏതായാലും സാറ് സ്റ്റേജിൽ കയറി പ്രസംഗിക്കണം. ഞങ്ങൾ കുറച്ചു നേരം കാത്തിരുന്നു. അവസാനം സ്റ്റേജിൽ കയറി ഒരു 45 മിനിറ്റ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആ പ്രഭാഷണം തുടങ്ങിയപ്പോൾ കുറേ പേര് കേൾക്കാനായിട്ട് വന്നിരുന്നു. പിന്നെ ഒരു 10-200 മൈക്ക് സെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട്, സ്പീക്കർ വെക്കുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്ത് നിൽക്കുന്നവർക്കും വേണമെങ്കിൽ കേൾക്കാം. അതൊരു ഭാഗ്യമായിട്ട് തോന്നി. ഈ 10,000-കണക്കിന് വ്യക്തികളുള്ള ആ തുരുത്തിൽ 45 മിനിറ്റ് പറയാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരാൾ വന്ന് പറഞ്ഞു, അമ്പലത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഓഫീസിലുണ്ട്, സാറിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു അമ്പലത്തിലെ ഭരണാധികാരികളുടെ സാംസ്കാരിക നിലവാരം എത്രത്തോളമുണ്ട് എന്ന്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങളെ ഈ ജങ്കാറിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിലേക്ക് കൊണ്ടുപോയത് ഒരു ജീപ്പിലാണ്. വളരെ ദൂരം ഇല്ലെങ്കിലും ഒരു ജീപ്പിലാണ്. ഞങ്ങൾ ഇറങ്ങിയ ഉടനെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ ആ ജീപ്പ് വരാൻ പറഞ്ഞു. ആ ജീപ്പ് വന്നില്ല. 1-2 പേര് ഷെയ്ക്കാൻഡ് തരാൻ വന്നു. ഞാൻ നമസ്കാരം പറഞ്ഞോട്ട് പറഞ്ഞു, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു. സാറേ സെക്രട്ടറിയെ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. ആരെയും കാണുന്നില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി വരുത്തിയില്ല. ഞങ്ങൾ നടന്ന് ആ ജങ്കാറ് വരെ എത്തി.
ആ ജങ്കാറിൽ കടന്ന് ഇപ്പുറത്ത് കടന്ന് നമ്മുടെ വണ്ടിയിൽ കയറി ഏതാണ്ട് ചവറ മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ ഒരാശ്വാസമായി. ജഗതീശ്വര, ഒരു മാസത്തെ ആത്മാഭിമാനം തോന്നുന്ന ജീവിതത്തിൽ മനസ്സ് തകരുന്ന വിധത്തിലുള്ള ഒരു അനുഭവം അറിയാതെയാണെങ്കിലും ഒരു സന്തോഷവും കൂടി അതിനിടയ്ക്ക് തോന്നി. യഥാർത്ഥത്തിൽ അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. 10,000-കണക്കിന് വ്യക്തികൾ, നല്ല തർക്കേടില്ലാത്ത സാമ്പത്തികം, മുക്കുവരുടെ ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. സാധാരണ മുക്കുവര് കുടിലിലൊക്കെ താമസിച്ച് പാവപ്പെട്ടവരാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലിരിക്കുന്ന വ്യക്തികൾ. അത്ഭുതകരമായി തോന്നിയത്, ജങ്കാറിൽ കയറി അപ്പുറത്തേക്ക് വന്ന ഒരു വ്യക്തിയിൽ പോലും മദ്യത്തിന്റെ സ്മെല്ലില്ല. ഒരാളും സിഗരറ്റ് വലിക്കുന്നില്ല, ഒരാളുടെ കയ്യിലും ബീഡിയില്ല, ഒരാളും അപസ്വരത്തോടു കൂടി പറയുന്നില്ല. അവരവരുടേതായിട്ടുള്ള കുടുംബകാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പറയുന്നുണ്ട്. വലിയ അടുക്കും ചിട്ടയോ ഒന്നുമില്ല. ധാരാളം കച്ചവട സ്ഥാപനങ്ങളും അത് ഇതൊക്കെ ഉണ്ട്, വിൽപ്പന ഇതൊക്കെ അവിടെയുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെയോ പുകവലിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകളോ അപസ്വരങ്ങളോ വഴക്കോ ഒന്നും ഈ തുരുത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന 10,000-കണക്കിന് ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയാം, അവിടെ കണ്ടില്ല. അത്ഭുതവും സന്തോഷവും തോന്നും. അവസാനം ഒരു ഏറ്റവും വലിയ ആശ്വാസം, ഈ ഒരു അമ്പലത്തിന്റെ പേരിൽ ഇത്രയും അധികം ജനത അവിടെ കുറേയൊക്കെ അച്ചടക്കത്തോടു കൂടി ജങ്കാറിൽ 400 പേരാണ് കയറിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. അത് യാത്രക്കാർക്ക് ഫ്രീ ആണ് താനും, ടിക്കറ്റ് എടുക്കുകയും വേണ്ട. അതും അടുക്കും ചിട്ടയോടുകൂടി നല്ല രീതിയിൽ പോലീസിന്റെ സഹകരണമുണ്ട്. അവര് ഈ അമ്പലത്തിന്റെ പേരിൽ വന്ന് തൊഴുത പ്രദക്ഷിണം വെച്ച്, പുതിയ അമ്പലം ഉണ്ടാക്കുകയാണ്, പ്രദക്ഷിണം വെച്ച് ഈ കുട്ടികളില്ലാത്ത സ്ത്രീകള് അമ്പലത്തിൽ പൂജിച്ച ഒരു മണിയെടുത്ത് ആൽമരത്തിന് കെട്ടി അങ്ങനെ പോകുന്നവര് അറ്റ്ലീസ്റ്റ് ഈ അമ്പലത്തിൽ വന്ന് അതിൽ പങ്കെടുത്തു എന്ന കാരണത്താലെങ്കിലും മതം മാറില്ലല്ലോ എന്നൊരു സന്തോഷമാണ് തോന്നിയത്. സാധാരണ മുക്കുവരുടെ ഇടയിൽ മതം മാറ്റം അസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തും ഈ കാലഘട്ടത്തിലും അവര് ഹിന്ദു ധർമ്മത്തിന്റെ ക്ഷേത്രാന്തരീക്ഷത്തിൽ തുടരുമല്ലോ. ഈ വ്രതാനുഷ്ഠാനവും അതുപോലെ സാമ്പത്തികമായിട്ട് ഉയർന്നവനോ താഴ്ന്നവനോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച. മാത്രമല്ല ആ പ്രദേശം മുഴുവനും നല്ല ഹൈ ക്വാളിറ്റി കാറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സാമ്പത്തികമായി എല്ലായിടത്തും കാറാണ്. ഇത്രയും സാമ്പത്തികമായിട്ട് പുതിയ കാറിൽ വരാൻ പാകത്തിന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഈ ക്ഷേത്രത്തിനോട് ഇത്രയും അധികം ബദ്ധശ്രദ്ധരായിട്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരെ പ്രലോഭിപ്പിച്ചിട്ടാണെങ്കിലും മതം മാറില്ലല്ലോ അവര് എന്ന ഒരു സന്തോഷവും കൂടി ആ തിരിച്ചു വരുമ്പോൾ, വേദന മാത്രം ലഭിച്ച ഒരു പ്രഭാഷണ വേദിയിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ, സ്വാഗതം പറയാൻ ആളില്ലാതെ, വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ആളില്ലാതെ, ഒരു കപ്പ് ചായ വേണോന്ന് ചോദിക്കാൻ ആളില്ലാതെ, കുടിക്കാൻ പച്ചവെള്ളം പോലും തരാതെ, ആരും അന്വേഷിക്കാനില്ലാതെ ഉള്ളൊരു വേദിയിൽ 45 മിനിറ്റ് ക്ലാസ് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഈ 2-3 ആശ്വാസ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ കാരണം എന്താ അറിയോ? പലപ്പോഴും പല പ്രഭാഷണ വേദിയിലും കിട്ടുന്ന നല്ല അനുഭവങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോ ചീത്ത അനുഭവങ്ങൾ ഇയാൾ പറയാറില്ല എന്ന് തോന്നേണ്ട. വളരെ 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 വിരളമായിട്ട് മാത്രമേ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതിലൊന്നാണ് ഉണ്ടായത് എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നന്മയും തിന്മയും കുറവുകളും കൂടുതലുകളും അതുപോലെ തന്നെ ജയവും പരാജയവും എല്ലാം അറിയിക്കുമ്പോഴാണല്ലോ നമ്മൾ അൺബയസ്ഡും ഇംപാർഷ്യലും ആവുന്നത്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇത് സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.